കെ.എസ്.ആർ.ടി.സി തൊട്ടിൽപ്പാലം സബ് ഡിപ്പോയിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. ATOയെ പ്രവർത്തകർ ഉപരോധിച്ചു. സർവീസുകൾ നിർത്തലാക്കിയും മറ്റും ഡിപ്പോയെ തകർക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം. ദീർഘദൂര കെ.എസ്.ആർ.ടി.സി സർവീസുകൾ വെട്ടിച്ചുരുക്കിയും നിർത്തലാക്കിയുമുള്ള തൊട്ടിൽപ്പാലം കെ.എസ്.ആർ.ടി.സി ATOയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ കുന്നുമ്മൽ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ തൊട്ടിൽപ്പാലം കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തിയത്. ഡിപ്പോയ്ക്കുള്ളിൽ പ്രവേശിച്ച പ്രവർത്തകർ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറെ ഉപരോധിച്ചു. തൊട്ടിൽപ്പാലം ഡിപ്പോയിൽ നിന്നും കുറ്റ്യാടി ചുരം വഴി ഏറെ പഴക്കമുള്ള ബസ്സുകൾ സർവീസ് നടത്തുമ്പോൾ ചുരത്തിൽ ബ്രേക്ക് ഡൗൺ ആവുന്നത് നിത്യസംഭവമാണ്. തിരുവനന്തപുരത്തേക്കുള്ള ബസ്സുകൾ നിർത്തലാക്കി. കൂടാതെ 2 മലയോര സർവീസുകളും നിർത്തലാക്കി. സ്വകാര്യ മേഖലയെ സഹായിക്കാൻ തൊട്ടിൽപ്പാലം ഡിപ്പോയെ ഇല്ലാതാക്കാനാണ് ഉദ്യോഗസ്ഥരുടെ നീക്കമെന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു. ATOയെ ഉപരോധിച്ച പ്രവർത്തകർ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായ ശേഷമേ പിരിഞ്ഞു പോവുകയുള്ളൂ എന്നും പറഞ്ഞു. ഞങ്ങളൊന്ന് സൂചിപ്പിക്കുകയാണ് ഈ സമരപത്ത്. നിങ്ങൾ ഏത് മാളത്തിൽ പോയി വിളിച്ചാലും ശരി, ഈ ഡിപ്പോയെ തകർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സംവിധാനത്തെ ഞങ്ങൾ തടസ്സപ്പെടുത്തും എന്ന് സൂചിപ്പിക്കുകയാണ്. ATO മാന്യമായ നിലപാട് സ്വീകരിക്കണം. നിങ്ങളുടെ കസേരയിൽ പലരും ഇരുന്നിട്ടുണ്ടാവും. അതിനിടയിൽ മൂട്ടയും കൊതുകും കയറി ഇരുന്നിട്ടുണ്ടാവും. മൂട്ടയേക്കാളും കൊതുകിനേക്കാളും തരംതാണ സമീപനം മിസ്റ്റർ ATO നിങ്ങൾ സ്വീകരിക്കരുത്. തുടർന്ന് തൊട്ടിൽപ്പാലം പോലീസും കെ.എസ്.ആർ.ടി.സി അധികൃതരും ഇടപെട്ട് ഒരാഴ്ചക്കുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ATO ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK നികേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് K രജിൽ അധ്യക്ഷനായി. ബ്ലോക്ക് ട്രഷറർ VR വിജിത്ത്, VK മഹേഷ്, PP നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.